ഹായ് ഓൾ, ദിസ് ഈസ് സുഭാഷ് വിത്ത് യു ഫ്രം റൈറ്റ് ക്ലിക്ക് ഇൻസൈറ്റ്സ് ആൻഡ് സൊല്യൂഷൻസ്. റൈറ്റ് ക്ലിക്ക് സക്സസ് പാത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മൈക്രോ സംരംഭങ്ങളെ കസ്റ്റമൈസ്ഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെക്നോളജിയുടെയും ഓട്ടോമേഷൻ്റെയും വഴികളും ഉപയോഗിച്ചുകൊണ്ട് വിജയത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യം വെച്ച് സ്ഥാപിക്കപ്പെട്ട റൈറ്റ് ക്ലിക്ക് ഇൻസൈറ്റ്സ് ആൻഡ് സൊല്യൂഷൻസിൻ്റെ തുടർ വിദ്യാഭ്യാസ പരിശീലന പരിപാടിയാണ് റൈറ്റ് ക്ലിക്ക് സക്സസ് പാത്ത്. പ്ലാൻസ് ആർ നത്തിങ്, പ്ലാനിങ് ഈസ് എവറിത്തിങ് എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു ബിസിനസ്സിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, അത് പ്ലാനിങ് ആണ്. ജീവിതത്തിൽ ബിസിനസ്സിൽ വിജയിച്ച ഏതൊരാളോടും നിങ്ങൾ ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ സക്സസിൻ്റെ, നിങ്ങളുടെ വിജയത്തിൻ്റെ പിന്നിലെ അടിസ്ഥാന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അവർ സംശയം ഏതുമില്ലാതെ പറയും അവർക്ക് കൃത്യവും പ്രായോഗികവുമായ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നത്. എൻ്റെ പ്രിയപ്പെട്ട സംരംഭക സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് അങ്ങനെ ശരിയായ ഒരു പ്ലാനിങ് ഉണ്ടോ? കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന് പ്രദാനം ചെയ്യുന്ന ഒരു പ്ലാനിങ് നിങ്ങളുടെ ബിസിനസ്സിനകത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തുകൊണ്ടാണ് ബിസിനസ്സിൽ പ്ലാനിങ്ങിന് ഇത്രയേറെ പ്രാധാന്യം ഉണ്ടാവുന്നത്? പ്ലാനിങ്, കൃത്യമായൊരു പ്ലാനിങ് നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഉണ്ടാവുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് ഉണ്ടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട 10 കാര്യങ്ങളാണ് ഈ എപ്പിസോഡിനകത്ത് നമ്മൾ പരിശോധിക്കുന്നത്. പ്ലാനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത, അത് നിങ്ങളുടെ ബിസിനസ്സിന് കൃത്യമായ ഒരു മാർഗരേഖയും ദിശാബോധവും നൽകുന്നു എന്നുള്ളതാണ്. അങ്ങനെയൊരു മാർഗരേഖയും ദിശാബോധവും ഇല്ലാതെ നിങ്ങളുടെ ബിസിനസ്സുമായി മുന്നോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ അത് ചെന്നെത്തിപ്പെടാൻ പോകുന്നത് നാളെ ഒരു പ്രതിസന്ധിയിലായിരിക്കും. ഞാൻ ചെറിയ ഒരു കഥ പറയാം, അല്ലെങ്കിൽ ചെറിയ ഒരു അനുഭവം പറയാം. ഒരു കപ്പൽ, നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കൂ. ഒരു കപ്പൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ, ഇനി അതുമല്ലെങ്കിൽ സാധാരണ ഒരു മോട്ടോർ വാഹനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അത് ഏത് വഴിയിൽ പോകണം, എപ്പോൾ പോകണം, എങ്ങനെ പോകണം എന്നൊക്കെ ഒരു കൃത്യമായ പ്ലാനിങ് ഉണ്ടാവും. അങ്ങനെ പ്ലാനിങ് ഇല്ലാതെ ആ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഫ്രീ ആയി സഞ്ചരിക്കാൻ വിടുന്നു എന്ന് സങ്കല്പിച്ച് നോക്കൂ. സ്വാഭാവികമായും എവിടെയെങ്കിലും കൊണ്ടുചെന്ന് ഇടിക്കുക, എവിടെയെങ്കിലും തകർന്നു വീഴുക എന്ന ഒരു ദുരന്തത്തിലേക്കായിരിക്കും അത് സംഭവിക്കുക. അപ്പോൾ ഒരു വിമാനത്തെ ഒരു പൈലറ്റ് നയിക്കുന്നത് പോലെ, ഒരു ഷിപ്പിനെ അതിൻ്റെ കപ്പിത്താൻ നയിക്കുന്നത് പോലെ, ഒരു ബസ്സിനെ അല്ലെങ്കിൽ ഒരു മോട്ടോർ വാഹനത്തെ അതിൻ്റെ ഡ്രൈവർ നയിക്കുന്നത് പോലെ നിങ്ങളുടെ ബിസിനസ്സിനെ നയിക്കാൻ നിങ്ങൾക്കും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ലക്ഷ്യമില്ലാത്ത യാത്ര ഒരിടത്തും എത്തില്ല എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം എടുക്കുക. ഒരു പ്ലെയിൻ ഒരു എയർപോർട്ടിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു എയർപോർട്ട് ലക്ഷ്യമാക്കിയാണ് അത് യാത്ര ചെയ്യുന്നത്. ഏത് വഴിയിലൂടെ പോകണം, ഏത് ആറ്റിറ്റ്യൂഡിൽ പോകണം, ഏത് ഹൈറ്റിലൂടെ പോകണം, എത്ര സ്പീഡിൽ പോകണം എന്നൊക്കെ പ്രീ ഡിഫൈൻഡ് ആണ്. ഇതിനകത്ത് വ്യത്യാസം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ വലിയൊരു ദുരന്തത്തിന് തന്നെ അത് കാരണമായേക്കാം എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നു. അത് തന്നെയാണ് ബിസിനസ്സിലെയും കാര്യം. ഏത് ഘട്ടത്തിലും നിങ്ങൾക്ക് ആ ബിസിനസ്സിനകത്ത് കൃത്യമായ ഒരു പ്ലാനിങ്, നിങ്ങൾ എവിടെ എത്തണം എന്നത് സംബന്ധിച്ച് നിങ്ങൾക്ക് ഇന്നേ ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ സ്വാഭാവികമായും നിങ്ങളുടെ ബിസിനസ് നാളെ ഒരു പ്രതിസന്ധിയിലേക്ക് അഭിമുഖീകരിക്കേണ്ടതായി വരും. പ്ലാനിങ്ങിൻ്റെ മറ്റൊരു സവിശേഷത, റിസോഴ്സിൻ്റെ നീതിയുക്തമായ അലോക്കേഷന്, വിതരണത്തെ അത് സഹായിക്കുന്നു എന്നതാണ്. എന്താണ് റിസോഴ്സസ്? നിങ്ങളുടെ ബിസിനസ്, അത് ഏത് ബിസിനസ്സുമാകട്ടെ, അതിനകത്ത് ഹ്യൂമൻ റിസോഴ്സ്, ഫിസിക്കലായിട്ടുള്ള റിസോഴ്സസുകൾ, എക്യുപ്മെൻറ്റ്സുകൾ റിസോഴ്സസ് ആയിട്ട്, അസറ്റുകൾ, ബിൽഡിങ്ങുകൾ റിസോഴ്സസ് ആയിട്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് റിസോഴ്സസ് ആയിട്ട്, അങ്ങനെ പലതരത്തിലുള്ള റിസോഴ്സുകൾ ഒരു ബിസിനസ്സിനകത്തുണ്ടാവും. ഇത്തരം റിസോഴ്സുകളുടെ, അത് പണമാവട്ടെ, ഹ്യൂമൻ റിസോഴ്സ് ആവട്ടെ, പ്രൊഡക്ഷൻ ആവശ്യമായ റോ മെറ്റീരിയൽസ് ആവട്ടെ, മറ്റിതര ടെക്നോളജി ആവട്ടെ, ഇങ്ങനെയുള്ള റിസോഴ്സുകളുടെ വളരെ ക്ലിയർ ആയിട്ടുള്ള നീതിയുക്തമായ വിതരണം പ്ലാനിങ് ഉറപ്പുവരുത്തുന്നു. അതിനകത്ത് വരുന്ന ഡീവിയേഷൻസ് ഒരു പക്ഷേ ഒരു തകർച്ചയെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇൻറ്ററപ്ഷനെ കാരണമാകുന്നു എന്നുള്ളതാണ് കാര്യം. പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണപ്രദമാകുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, അത് നിങ്ങളുടെ ബിസിനസ്സിനെ വളർച്ചയിലേക്ക് നയിക്കാൻ സഹായകരമാവുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കുക. അത് ഞങ്ങൾ പ്ലാനിങ്ങിൻ്റെ മറ്റൊരു സവിശേഷത റിസ്ക് മാനേജ്മെൻറ്റിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഏതൊരു ബിസിനസ് ആയാലും ആ ബിസിനസ്സിന് പലതരത്തിലുള്ള റിസ്കുകളെ നേരിടേണ്ടി വരാം. മാർക്കറ്റ് റിസ്ക്, ഫിനാൻഷ്യൽ റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക്,
അതുപോലെ കംപ്ലയിൻസ് ആൻഡ് ലീഗൽ റിസ്ക്, ഹ്യൂമൻ റിസോഴ്സ് റിസ്ക്, ഇങ്ങനെ വിവിധങ്ങളായ റിസ്കുകളെ നേരിടേണ്ടി വരാം. പ്രെഡിക്റ്റഡും അൺപ്രെഡിക്റ്റഡുമായുള്ള റിസ്കുകളെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരാം. ഇത്തരം റിസ്കുകളെ കൃത്യമായി മുൻകൂട്ടി കാണാനും അത്തരം റിസ്ക് സാഹചര്യങ്ങൾക്കകത്ത് നമ്മൾ എന്ത് അൾട്ടർനേറ്റീവ് പ്രയോഗിക്കണമെന്ന്, നമ്മൾ ആ റിസ്കുകളെ എങ്ങനെയാണ് നേരിടേണ്ടത്, മറികടക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് കൃത്യമായ ഐഡിയയും അതിനൊരു ഷെഡ്യൂളിങ്ങും നൽകുന്നത് പ്ലാനിങ്. മറ്റൊരു സംഭാവന അഡാപ്റ്റബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്നാണ്. ഒഴുക്കിനെതിരെ നീന്തുക എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടാവും. അതായത് ഒഴുക്കിനനുസൃതമായി നമ്മൾ നീന്തിക്കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധ്യതയില്ല. ഒഴുക്കിനെതിരെ നീന്തുമ്പോഴാണ് ഏതൊരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം വിജയങ്ങൾ, സക്സസ് അവരെ തേടി വരുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിനകത്തുണ്ടാവുന്ന ചേഞ്ചസിനെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ, ബിസിനസ് നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ഫ്ലെക്സിബിളായി കാര്യങ്ങളെ കൊണ്ടുപോകാനും, ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ടെക്നോളജി ആണെങ്കിൽ ടെക്നോളജി, മറ്റു മേഖലകൾക്കുണ്ടാവുന്ന ഡെവലപ്മെൻ്റ് ആണെങ്കിൽ അത്തരം ഡെവലപ്മെൻറ്റുകൾ, അതിലെ ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യാനും, ആ സാഹചര്യത്തിനനുസരിച്ച് ആ പ്രയാസങ്ങളെ മറികടന്നുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിന് ഉറപ്പായിട്ടുള്ള ഒരു വളർച്ചയും പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവും അതിനുള്ള ആർജവും പ്രദാനം ചെയ്യുന്നത് മറ്റൊന്നുമല്ല, കൃത്യമായ പ്ലാനിങ്. ഏതൊരു ബിസിനസ്സിനകത്തും ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് അവഗണിക്കാനാവാത്തൊരു പ്രോസസ്സാണ്. റൈറ്റ് ഡിസിഷൻ അറ്റ് റൈറ്റ് ടൈം അറ്റ് റൈറ്റ് പ്ലേസ് എന്നാണ് ബിസിനസ്സിനകത്തുള്ള ഒരു സൂത്രവാക്യം എന്ന് ഞാൻ പറയും. അപ്പോൾ റൈറ്റ് സമയത്ത്, ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ ശരിയായ രീതിയിലെടുക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്നത് ബിസിനസ് ഓണേഴ്സിനെ, മാനേജ്മെൻറ്റിനെ, അതല്ലെങ്കിൽ അതിൻ്റെ എംപ്ലോയീസിനെ, ഏത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ആയാലും പ്രാപ്തമാക്കുന്നത് കൃത്യമായ പ്ലാനിങ് ആണ്. ഇവിടെ ഉൾപ്പെടുത്തണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന വിഷയങ്ങൾ, നിങ്ങൾക്ക് തോന്നുന്ന പ്രശ്നങ്ങൾ ഇവിടെ കമൻ്റായി അറിയിക്കാവുന്നതാണ്. അത്തരം വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ വീഡിയോകൾ ഈ ചാനലിൽ വരുന്ന ദിവസങ്ങളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. റിസോഴ്സ് ഒപ്റ്റിമൈസേഷന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം പ്ലാനിങ് ആണ്. ഓരോ ബിസിനസ്സിനകത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള റിസോഴ്സ് ഉണ്ടാകും. ഈ റിസോഴ്സിൻ്റെ കൃത്യമായ ഉപയോഗമാണ് ബിസിനസ്സിൽ വളരെ സക്സസ് ആയി നമ്മളെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ എല്ലാ സാഹചര്യങ്ങളിലും കാര്യങ്ങൾ നടക്കണം എന്നില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ എവിടെയൊക്കെയാണ് വീഴ്ചകൾ സംഭവിക്കുന്നത്, എവിടെയൊക്കെയാണ് പരിമിതികൾ ഉണ്ടാവുന്നത്, എവിടെയൊക്കെയാണ് നമ്മളുടെ നോട്ടപ്പിശകുകൾ സംഭവിക്കുന്നത്, അത് കൃത്യമായി ആ ഗ്യാപ്പ് മനസ്സിലാക്കാനും ആ ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ മറികടക്കാൻ, അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള കൃത്യമായ ഇടപെടലിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്, നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് നിങ്ങളുടെ പ്ലാനിങ്, ശരിയായ പ്ലാനിങ് ആയിരിക്കും. കമ്മ്യൂണിക്കേഷൻ, അതുപോലെ കോർഡിനേഷൻ, ഈ രണ്ട് വാക്കുകൾക്കുള്ള പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എന്ന് ഞാൻ കരുതുന്നു. കമ്മ്യൂണിക്കേഷനകത്തുണ്ടാവുന്ന വിടവുകൾ, കോർഡിനേഷനകത്തുണ്ടാവുന്ന പരിമിതികൾ, പോരായ്മകൾ, വിടവുകൾ ബിസിനസ്സിൻ്റെ സക്സസിനെ, ഡേ ടു ഡേ പ്രോസസ്സിനെ, അതിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യത്തിലേക്ക് അതിനെ എത്തുന്നതിനെ, അതിൻ്റെ ഓവറോൾ സക്സസിനെ വളരെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിനകത്ത് കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യാനും കൃത്യമായ ഒരു കോർഡിനേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കാനും പ്ലാനിങ് സഹായിക്കുന്നു. ഏത് ഘട്ടത്തിൽ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ഉണ്ടാവേണ്ടതെന്നും, കമ്മ്യൂണിക്കേഷൻ ഫ്ലോയ്ക്കകത്ത് എവിടെയെങ്കിലും വിടവുകൾ വരികയാണെങ്കിൽ അതിനെ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാം എന്നും എല്ലാം നിങ്ങൾക്ക് കൃത്യമായ ഐഡിയ തരുന്നത് കൃത്യമായ ശരിയായ പ്ലാനിങ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവാലുവേഷൻ എന്നുള്ളതാണ്. ഏത് ബിസിനസ്സിനകത്തും അതിനകത്തുള്ള എല്ലാ പ്രോസസ്സുകളും, അത് പ്രൊഡക്ഷൻ പ്രോസസ്സ് മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ വർക്ക് ഫ്ലോ പ്രോസസ്സുകൾ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. നമ്മൾ കാര്യങ്ങൾക്ക് കൃത്യമായ ചില ബെഞ്ച് മാർക്സ് ഫിറ്റ് ചെയ്യണം. ബെഞ്ച് മാർക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു പൊസിഷനിൽ ഒരു പ്രത്യേക വർക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ന ലെവലിൽ എത്തിയാൽ മാത്രമേ എനിക്ക് മിനിമം കോസ്റ്റ് മറികടന്നുകൊണ്ട് ബിസിനസ്സിലെ ഒരു വിജയം അല്ലെങ്കിൽ സക്സസ് ഇസ് ഫൈൻ എന്ന് പറയാൻ കഴിയൂ എന്നുള്ളതാണ്. വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഒരു ഫ്രൂട്ട്സ് കച്ചവടക്കാരനാണെന്നിരിക്കട്ടെ, അദ്ദേഹത്തിന് ഫ്രൂട്ട്സ് പർച്ചേസ് ചെയ്യാൻ ആവശ്യമായ കോസ്റ്റിന് പുറമേ വാടക, സാലറി, മറ്റ് കോസ്റ്റുകൾ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള കോസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനകത്ത് ഇൻക്ലൂഡായി വരുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇത്ര രൂപയുടെ ഫ്രൂട്ട്സ് വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ വാടക, സാലറി, മറ്റ് എക്സ്പെൻസ്, എൻ്റെ മുടക്കുമുതൽ, അതിന് മാന്യമായൊരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മാന്യമായൊരു പലിശ, എൻ്റെ ജോലിക്കുള്ള കൂലി, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള എക്സ്പെൻസുകളെ അദ്ദേഹത്തിന് മീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ.
അപ്പോൾ ഒരു ദിവസം മിനിമം ഇത്ര രൂപയുടെ സെയിൽസ് നടക്കണം എന്നൊരു ബെഞ്ച് മാർക്ക് അദ്ദേഹം നേരത്തെ തന്നെ ഫിക്സ് ചെയ്യും. ആ സെയിൽസിലേക്ക് എത്തുക എന്നതാണ് ഇവിടുത്തെ പ്രധാനം. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലെ ഓരോ ഘട്ടത്തിലെയും ബെഞ്ച് മാർക്കുകൾ, ഓരോ മേഖലയിലെയും ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാനും ആ ബെഞ്ച് മാർക്കിലേക്ക് എത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനും പ്ലാനിങ് സഹായിക്കും. കോമ്പറ്റീഷൻ ഇല്ലാത്ത മാർക്കറ്റ് ഇല്ല എന്ന് തന്നെ പറയാം. ഏത് ബിസിനസ്സിനകത്തും കോമ്പറ്റീഷൻ ഉണ്ട്. നിങ്ങൾ എങ്ങനെ ആലോചിച്ച് നോക്കിയാലും കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു ബിസിനസ്സിനെ കാണാൻ കഴിയില്ല. പക്ഷേ എന്ത് വേണം? നിങ്ങളുടെ ബിസിനസ്സിനകത്ത്, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനകത്ത് നമ്മൾക്കൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉറപ്പുവരുത്തണം. നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രത്യേകത നമ്മൾക്കുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ ബിസിനസ് സക്സസ് ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ലക്ഷക്കണക്കായ കോടിക്കണക്കായ ബിസിനസ്സുകാരുണ്ടെങ്കിലും, ലക്ഷക്കണക്കായ കോടിക്കണക്കായ പ്രത്യേകതകൾ അവർക്കുണ്ടെങ്കിലും, നിങ്ങൾക്കൊരു പുതിയ പ്രത്യേകത, നിങ്ങൾക്കൊരു പ്രത്യേക അഡ്വാൻറ്റേജ് കോമ്പറ്റീഷന് മുകളിലുണ്ടാവണം. ആ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലാക്കാനും അത് ഫിക്സ് ചെയ്യാനും അത് ഉറപ്പുവരുത്താനും മാർക്കറ്റിൽ അത് നിങ്ങളെ ഉറപ്പുവരുത്താനും ആ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉറപ്പുവരുത്താനും നിങ്ങളെ സഹായിക്കുന്നത് കൃത്യമായ പ്ലാനിങ് ആണ്. ഇങ്ങനെ നോക്കുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ വിജയിച്ച ബിസിനസ്സുകളുടെയും, എല്ലാ സക്സസ് ആയ ബിസിനസ്സുകാരുടെയും അവരുടെ പ്രത്യേകത, അവരുടെ യഥാർത്ഥ നേട്ടങ്ങളുടെ പിറകിലുള്ള അടിസ്ഥാന ശില ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം, അത് പ്ലാനിങ് ആണ്. അവസരങ്ങളെ മുതലെടുക്കാനും വെല്ലുവിളികളെ നേരിടാനും ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ മുന്നോട്ട് നയിക്കാനും സഹായിക്കുന്നത് കൃത്യമായ ഒരു പ്ലാനിങ് ആണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, നിങ്ങളുടെ ബിസിനസ്സിനകത്ത് കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അത് ഇന്നൊരു ദിവസം നിങ്ങളുടെ ബിസിനസ്സിൽ എന്ത് വിൽക്കണം, എത്ര വിലയിടണം, എത്ര ഉൽപ്പാദിപ്പിക്കണം എന്നത് മാത്രമല്ല, മറിച്ച് നിങ്ങൾക്കൊരു ലോങ് ടേം വിഷൻ, ലോങ് ടേം ഗോൾ ഉണ്ടായിരിക്കണം. അത് സെറ്റ് ചെയ്ത് ഒരു ലോങ് ടേം പ്ലാനും ഷോർട്ട് ടേം പ്ലാൻ ആവശ്യമുള്ളിടത്ത് ഷോർട്ട് ടേം പ്ലാനും അങ്ങനെ കൃത്യമായി ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഓരോ ഘട്ടവും കൃത്യമായി നിർവചിക്കപ്പെടുകയും കൃത്യമായി നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത പ്ലാനിങ്ങിനനുസരിച്ചാണ് അത് പോകുന്നത് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നത് ബിസിനസ്സിലെ വിജയത്തിന് അനിവാര്യമാണ്. കഴിഞ്ഞ 20 വർഷക്കാലത്തെ എൻ്റെ ഒരു കരിയറിനകത്ത്, മാർക്കറ്റിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള കരിയറിനകത്ത്, വിവിധ ഇൻഡസ്ട്രികൾക്കകത്ത്, വിവിധ സെഗ്മെൻറ്റുകൾക്കകത്ത്, പ്രൊഡക്റ്റ് സർവീസ് മേഖലകൾക്കകത്ത്, ഇന്ത്യക്കകത്തും പുറത്തും ഞാൻ കണ്ട 10,000-കണക്കിന് ബിസിനസ്സുകാരുടെ, അവരുമായി സംസാരിച്ച, അവരുമായി ഇടപഴകിയ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, നിങ്ങൾ എത്ര ചെറിയ ബിസിനസ് ആവട്ടെ, നിങ്ങൾ എത്ര വലിയ ബിസിനസ് ആവട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച്, അതിൻ്റെ മുന്നോട്ട് പോക്കിന്, അതിന് ഷോർട്ട് ടേം ആയിട്ടുള്ള, ലോങ് ടേം ആയിട്ടുള്ള കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അത് ഇന്ന് തന്നെ ഉണ്ടാക്കാൻ ആവശ്യമായ നടപടികൾ നിങ്ങൾ എടുത്തിരിക്കണം. അങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിന് അനുയോജ്യമായ ഒരു മികച്ച പ്ലാനിങ് നേടാനുള്ള അവസരമാണിത്. നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കേൾക്കാനും അതിനോട് എങ്ങനെയാണ് കൃത്യമായി മാർക്കറ്റ്, പുതിയ കാലത്തിൻ്റെ മാർക്കറ്റ് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ, നിങ്ങളുടെ സിസ്റ്റത്തെ, നിങ്ങളുടെ സ്ഥാപനത്തെ, നിങ്ങളുടെ രീതിയെ, നിങ്ങളുടെ ബിസിനസ് കൾച്ചറിനെ മാറ്റിയെടുക്കുക എന്നതിനെക്കുറിച്ച് കൃത്യമായ ഐഡിയ നിങ്ങൾക്ക് സമ്മാനിക്കാനും ആ ഐഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ ബിസിനസ്സിലെ ഒരു സക്സസ് മോഡലാക്കി വളർത്തിയെടുക്കാനും നിങ്ങളെ സഹായിക്കുക എന്താണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അത്തരം ലക്ഷ്യത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഫ്രീ ആയിട്ടുള്ള 1-to-1 കൺസൾട്ടേഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാം എന്നതാണ് ഈ കോഴ്സിൻ്റെ പ്രത്യേകത. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ ഏറെ വിലമതിക്കുന്നു. അതിന് എല്ലാ അഭിപ്രായങ്ങളും ഞാൻ കൃത്യമായി വായിക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്.